മലൈക്കോട്ടെ വാലിബൻ പടം 6:30 കണ്ടിട്ടിരിക്കുകയാണ്. പടം ഇപ്പോൾ വിട്ടിട്ടുള്ളൂ. ആൾക്കാരൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുള്ളൂ. ആ പടത്തിനെ കുറിച്ച് ചെറിയ ജസ്റ്റ് റിവ്യൂ പറഞ്ഞേക്കാം. പടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലിജോ ജോസ് പല്ലിശ്ശേരി ഡയറക്ടറായിട്ട് വരുന്നു. അതേപോലെ തന്നെ മോഹൻലാൽ ആക്ടറായിട്ട് ഇവിടെ വരുന്നു. അതേപോലെ തന്നെ ഹരീഷ് പേരടി വരുന്നുണ്ട്. നമുക്കറിയാവുന്ന മെയിൻ ആൾക്കാർ അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഫസ്റ്റ് തന്നെ ഒരു വില്ലനെ കാണിക്കുന്നത് പുള്ളി എനിക്ക് ആൻ്റണി സിനിമയിലത്തെ മെയിൻ വില്ലനായിരുന്നു. പിന്നെ ഓക്കെ ഇതാണ്. ബാക്കി ആൾക്കാർ നമ്മളങ്ങനെ വലിയ പരിചയമായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. ലൊക്കേഷൻ വന്നേക്കുന്നത് രാജസ്ഥാൻ ആ ഏരിയയിലാണ് വന്നേക്കുന്നത്. നല്ല സൂപ്പർ ഫ്രെയിംസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ്. മലയാള സിനിമയിൽ ഇതേവരെ അങ്ങനത്തെ ഫ്രെയിംസ് കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭയങ്കര രസമാണ്, ഭയങ്കര രസം, രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പടത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട്. തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് ഈ പടം. ആ ഒരു ആർട്ട് വർക്കും ലൊക്കേഷൻസും ഒന്നും പറയാനില്ല. പിന്നെ പഴയ കാലഘട്ടം നമ്മൾ കാളവണ്ടിയിൽ പോകുന്ന സെറ്റപ്പൊക്കെയാണ് ഈ പടത്തിനകത്ത് കാണിക്കുക. എന്ത് രസമായിട്ടാണ് എടുത്തേക്കണമെന്ന് അറിയോ. നമ്മളെ പടം ആ ഫ്രെയിംസ് കാണാൻ വേണ്ടി മാത്രമായിട്ട് പടത്തിന് പോകും, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. അത്ര നല്ല ഭംഗിയ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെയിലറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരു ഗുസ്തിക്കാരൻ്റെ പടമാണ്. പുള്ളി പറഞ്ഞ പോലെ 1-2 ഊരുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ മെയിൻ ഗുസ്തിക്കാരനെ അടിച്ച് വീഴ്ത്തണമാണ്. അവിടുത്തെ വർഷങ്ങളായിട്ട് അവിടുത്തെ എന്താ പറയുക അവിടെ കൊടികുത്തി വാങ്ങിക്കൊണ്ടിരുന്ന ഗുസ്തി ഫയൽമാന്മാരെയൊക്കെ മലത്തി അടിച്ചിട്ട് അവിടുത്തെ പേരെടുക്കണ ആ ഒരു പുള്ളിക്കാരനാണ്. അവിടുത്തെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവിടുത്തെ നാട്ടുരാജ്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു പേര് എടുക്കണ ഒരു ഫയൽവാനാണ് നമ്മുടെ മലൈക്കോട്ടെ വാലിബനായിട്ട് വന്നേക്കുന്നത് മോഹൻലാൽ. പുള്ളിയുടെ സഹചാരിയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ആശാനാണ് ഹരീഷ് പേരടി വരുന്നത്. പിന്നെ കൂടെ ഒരു ചെറിയ പയ്യുണ്ട്. പയ്യൻ നല്ല രസമാണ്. പയ്യനൊരു ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ആ ഒരു 3 പേര് ഒരു കാളവണ്ടിയിൽ പോയിട്ടാണ് ഈ ഊരുകളിലൊക്കെ പോയിട്ട് സംഭവം അടിച്ച് എഴുതണം. മോഹൻലാലിൻ്റെ ഇൻട്രോ എൻ്റെ മോനെ രക്ഷയില്ലാത്ത ഇൻട്രോ, അവന്മാരി ഇൻട്രോ ഒന്നും പറയാനില്ല. പിന്നെ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇത് ഒരു അമാനുഷികമായിട്ടുള്ള പടമാണ്. അമാനുഷികമായിട്ടുള്ള പടവും കാര്യങ്ങളൊന്നുമല്ല. പടം നോർമൽ പടം തന്നെയാണ്. പുള്ളിക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് പവറൊന്നുമില്ല. പക്ഷേ പുള്ളി ഈ പറഞ്ഞ പോലെ നല്ല കരുത്തനാണ്. ആരെയും ഇടിച്ചു വീഴ്ത്താനുള്ള കരുത്തുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫിലൊരു ഊരിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു മാങ്കോട്ടാന്ന് ഊരിൽ പോയിട്ട് അവിടുത്തെ ഒരു ഗുസ്തിക്കളം അടിച്ച് പൊടിച്ച് വേരോടെ പിഴുതെറിയുന്ന സീനൊക്കെ ഉണ്ട്. അത് ക്ലാസ് ഒന്നും പറയാനില്ല. പിന്നെ പടം കുറച്ച് സ്ലോ ആണ്. നമ്മൾ വേറെ ഒരു ഫാസ്റ്റ് പടമായിട്ട് പ്രതീക്ഷിക്കരുത്. ഒരു പഴയ രീതിയിൽ പിടിച്ചേക്കുന്ന ഒരു പടം. പക്ഷേ സ്ലോ ആയിട്ടാണ് പടം ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ബ്രിട്ടീഷ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കോട്ടയുണ്ട് അവിടെ, കോട്ടയിനകത്ത് ഒരുപാട് ബന്ദികളുണ്ട്. അവിടെ ഇങ്ങനെ ബ്രിട്ടീഷ് വാഴ്ചയാണ്. ബ്രിട്ടീഷാണോ പോർച്ചുഗീസാണെന്ന് എനിക്കറിയാം. പോർച്ചുഗീസാണെന്ന് എനിക്ക് തോന്നണം. എൻ്റെ ലാംഗ്വേജ് ആയിട്ട് അങ്ങനെ തോന്നണം. അവിടെ വന്നിട്ട് പുള്ളി കരുത്ത് തെളിയിക്കുകയാണ്. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ എൻഡിലുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, സ്പോയിലറാക്കി വിടല്ല. അപ്പോൾ പടം കാണാനുള്ളുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് വെരി വെരി മസ്റ്റാണ്. എന്താ ഫ്രെയിംസ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഒരു പാട്ടൊക്കെ രസമുണ്ട്, നമ്മൾ കേൾക്കുന്ന പാട്ടൊക്കെ തന്നെയാണ്. വാലിബന് ചെറിയൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഇതിനകത്ത് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാലിബനെ കുറിച്ച് പറയാനുള്ളത്. പടം ഞാൻ പറഞ്ഞ പോലെ നൈസാണ്, കണ്ടിരിക്കാം. പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു മാസോ അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് പടമൊന്നും പ്രതീക്ഷിച്ചാലും വരരുത്. ഒരു സ്ലോ പേസിൽ മൂവ് ചെയ്യണം. നല്ല ക്ലാസ് മലയാളത്തിലെ പടമാണ്. എന്തായാലും മലയാളികൾക്ക് എടുത്തു പറയാൻ പറ്റാവുന്ന നൈസ് പടം തന്നെയായിരിക്കും ഈ ഒരു വാലിബൻ. അപ്പോൾ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു.